വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ വികസിത പാലക്കാട് കോൺക്ലേവിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ജി കുറേ കാര്യങ്ങൾ പറഞ്ഞു. അവസാനം അദ്ദേഹം ഒരു ചോദ്യം മുമ്പോട്ട് വെച്ചു. BJPയുടെ ഭരണമാണോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്? വികസനം, ആത്മാർത്ഥമായ പ്രവർത്തനം, അതാണോ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ മറുവശത്ത് നമ്മൾ കണ്ട് മനസ്സിലാക്കി എക്സ്പീരിയൻസ് ചെയ്ത CPM-ഉം കോൺഗ്രസിൻ്റെ ഭരണമാണോ നമ്മൾ ആവശ്യപ്പെടുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യം പാലക്കാടിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ എല്ലാ ലോക്കൽ ബോഡിയിലും, എല്ലാ കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്തിൽ ജനങ്ങൾ ചോദിക്കുന്നു. എത്ര കൊല്ലമായി നാടിനെ, പാലക്കാടിനല്ല നാടിനെ ഭരിച്ച UDF-ഉം LDF-ഉം എന്തു ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും ഇന്ന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് ഒരു നിർണായകമായ ഒരു ഇലക്ഷനാണ്. അത് ഞങ്ങൾക്ക് മാത്രമല്ല, പാർട്ടിക്ക് മാത്രമല്ല, പാലക്കാടിന് മാത്രമല്ല, നാടിനൊരു നിർണായകമായ ഇലക്ഷനാണ്. നമ്മളുടെ രാഷ്ട്രീയം വിവാദം മാത്രം പറഞ്ഞു നടക്കുന്ന LDF-ഉം UDF-ഉം, അതിൻ്റെ ഒപ്പം അഴിമതിയും, പിന്നെ ഒരു പോളിറ്റിക്സ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ പാലക്കാട് ജനങ്ങൾക്ക് അറിയാം ഞാൻ എന്താ പറയുന്നത്. ഒരു MLA-ൻ്റെ ഒരു ബിഹേവിയറും, ഇതെല്ലാം ഇത്രയോ കൊല്ലം സഹിച്ച ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു പുതിയൊരു ഓൾട്ടർനേറ്റീവ്, ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ചെയ്ത് കാണിക്കാൻ കഴിവും താല്പര്യം ഒരു രാഷ്ട്രീയ പാർട്ടി വരണം എന്നാണ് നാട്ടിൽ എല്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റി ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ഇലക്ഷൻ്റെ സമയം വരുമ്പോൾ ഒരു വോട്ടർ എന്ത് ആലോചിച്ചിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? എല്ലാ 5 കൊല്ലം ഒരു ഇലക്ഷൻ വരുന്നു, ലോക്കൽ ബോഡീൻ്റെ ഇലക്ഷൻ വരുന്നു, പിന്നെ അസംബ്ലീൻ്റെ ഇലക്ഷൻ വരുന്നു, പിന്നെ ലോക്സഭേൻ്റെ ഇലക്ഷൻ വരുന്നു. ജനാധിപത്യ സംവിധാനത്തിൽ ഒരു വോട്ടർ, ഒരു സാധാരണ വോട്ടർ, കുടുംബത്തിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ അയാളുടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഏതാണ് ഏറ്റവും നല്ല പാർട്ടി, ഏതാണ് ഏറ്റവും നല്ല വിശ്വസനീയമായ ഒരു സ്ഥാനാർത്ഥി, ഇതെല്ലാം ആലോചിച്ചിട്ട് ഒരു വോട്ട് കൊടുക്കുന്നു. അത് മനസ്സിലാക്കി എത്രയോ കൊല്ലമായി ജനങ്ങൾ വോട്ട് കൊടുക്കുന്നു. ഈ വോട്ട് കിട്ടി അവസരം ജനങ്ങൾ തരുമ്പോൾ ഏത് പാർട്ടി എന്ത് ചെയ്യുന്നു എന്ന് നമ്മളൊന്ന് ആലോചിക്കണം, പഠിക്കണം, ഒരു അനലൈസ് ചെയ്യണം. UDF-ന് എത്രയോ അവസരം കൊടുത്തു, കോൺഗ്രസിന് രാജ്യം ഭരിക്കാൻ 10 കൊല്ലം കൊടുത്തു, കേരളത്തിന് ഭരിക്കാൻ എത്രയോ കൊല്ലം അവസരം കൊടുത്തു. ഈ അവസരം ജനങ്ങൾ വിശ്വസിച്ച് കൊടുക്കുമ്പോൾ എന്താണ് കോൺഗ്രസും UDF ചെയ്യുന്നത്? ഇവിടെയും MLA 2 MLA-മാരെ എലക്ട് ചെയ്തു. എന്ത് ചെയ്യുന്നു? ജനങ്ങളിങ്ങനെ വിശ്വസിച്ച് അവസരം കൊടുക്കുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ഒന്ന് ആലോചിക്കൂ. UPA ഭരിച്ചത് 10 കൊല്ലം സെൻട്രൽ, 8 മന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് UPA സർക്കാരിൽ. എന്തെങ്കിലും ചെയ്തോ? വികസനത്തിനെ കുറിച്ച് എന്തെങ്കിലും ചെയ്തോ, പറഞ്ഞോ? ഇല്ല. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ അഴിമതിയാ, പവറാ. എങ്ങനെയെങ്കിലും പവർ പിടിക്കണം. എന്ത് പറഞ്ഞിട്ടും, എന്ത് ചെയ്തിട്ടും, ആരൊപ്പം പിന്തുണ എടുത്തിട്ടും പവർ പിടിക്കണം. എന്നിട്ട് പവറിൽ വന്ന് ദേവസ്വം ബോർഡ് പോലെ
ഒരു റെസ്പോൺസിബിൾ ഓർഗനൈസേഷൻ, സ്ഥാപനത്തിന് ദല്ലാൽമാരുടെ ഓർഗനൈസേഷൻ ആക്കി മാറ്റുക, ഭീകരമായ അഴിമതി ചെയ്യുക, എന്നിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും വരും വോട്ട് ചോദിക്കാൻ. ഇതാണ് അവരുടെ രാഷ്ട്രീയം. ഇത് മറക്കരുത്. ഇന്ന് ശബരിമലേന്റെ കൊള്ളയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാത്രമല്ല, CPM ചെയ്തിട്ടുണ്ട്, കൊള്ള ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് തുടങ്ങിയത് ആരാ? UPA സർക്കാർ, UDF. ഈ ഒരു രാഷ്ട്രീയ സംസ്കാരം, അഴിമതി എന്ന് ഒരു കേന്ദ്രീകരിച്ച ഒരു രാഷ്ട്രീയ സംസ്കാരം ജനങ്ങൾ അവസരം കൊടുക്കുമ്പോൾ ഇതാണ് ഇവർ ചെയ്യുന്നത്. ഇന്നും ഇത് മറന്ന ജനങ്ങൾക്ക് ഓർമ്മിപ്പിക്കാൻ ഇവിടുത്തെ MLA ഒരു ഉദാഹരണം. അപ്പോൾ മറക്കരുത്. ഇംഗ്ലീഷിൽ ഒരു നെവർ ഫർഗെറ്റ്, നെവർ ഫൊർഗീവ്. മറക്കരുത്, മാപ്പ് ചെയ്യരുത്. കാരണം ജനങ്ങളുടെ വിശ്വാസമാണ് അവർ വഞ്ചിച്ചത്. അതുപോലെ CPM സർക്കാർ, CPMന് ജനങ്ങൾ അവസരം കൊടുത്തു. എത്രയോ തവണ 10 കൊല്ലം ഭരിച്ചു. ലോക്കൽ ബോഡീസ് എത്രയോ ഭരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ 45 കൊല്ലം ഭരിച്ചു. എന്നിട്ട് നശിപ്പിച്ചു. 40-50% ബഡ്ജറ്റിന്റെ കാശ് അഴിമതി വഴി തട്ടിക്കൊണ്ടുപോകുന്നു. അപ്പൊ ജനങ്ങൾ വിശ്വസിച്ചു. അവസരം 1 അല്ല, 2 അല്ല, 3 അല്ല, 5, 8, 9 തവണ കൊടുത്തു. എന്നിട്ട് ഇപ്പൊ തരുന്നത് എന്താണ്? ശബരിമല കൊള്ള. പിന്നെ ഇലക്ഷന്റെ സമയത്ത് ജമാഅത്തെ ഇസ്ലാമി, SDPIനെ നമ്മളുടെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് മെയിൻ സ്ട്രീം ചെയ്യുക. 2015 ഒരു വലിയ ഡയലോഗ് ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞൊരു ഡയലോഗാ. അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. സർക്കാരിലും പോളിറ്റിക്സിലും പങ്കെടുക്കുകയാണെങ്കിൽ കുറച്ച് ഉത്തരവാദിത്വം ഉണ്ടാവണം, പ്രതിബദ്ധത ഉണ്ടാവണം. ആര് പറഞ്ഞു? മുഖ്യമന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ പാർട്ടി ലീഡർ. തെറ്റ് ചെയ്താൽ ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം. ഇന്നിപ്പോ തെറ്റല്ലേ കാണുന്നുള്ളൂ. പിന്നെ എന്താ രാജിവെക്കാത്തത്? ഇവരെല്ലാം ജനങ്ങളെ വിഡ്ഢിയാക്കി എലക്ഷന് മുമ്പ് ഓരോന്ന് പറഞ്ഞ് ശ്രദ്ധ തിരിച്ച് പവർ പിടിക്കാനാണ് ഇവരുടെ രാഷ്ട്രീയ ലക്ഷ്യം. ഇത് ഈ വശം. മറുവശത്ത് BJP NDAക്ക് ഒരു അവസരം ജനങ്ങൾ വിശ്വസിച്ച് തന്നാൽ എന്താ BJP NDA ചെയ്യുന്നത്? 2 ഉദാഹരണം ഞാൻ തരാം. ഒന്ന് ഇന്ത്യ. 2014 ജനങ്ങൾ പറഞ്ഞു മതിയായി, ഇടതും മതിയായി, കോൺഗ്രസും മതിയായി, ലെഫ്റ്റും മതിയായി. നരേന്ദ്രമോദിജിക്ക് ഒരു അവസരം കൊടുക്കൂ. നീ പോയ 11 കൊല്ലം എന്ത് നടന്നു എന്ന് നിങ്ങൾക്കറിയാം. കുതിച്ച ചാട്ടം. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റി ജനങ്ങൾ അവസരം കൊടുത്തു 2 തവണ. എന്താണ് അഡ്വക്കേറ്റ് കൃഷ്ണദാസ്ജി പറഞ്ഞല്ലോ, ഇന്ന് എല്ലാ തടസ്സവും സഹിച്ചിട്ടും സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പിന്തുണയില്ലാറ്റും ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റി കേരളത്തിന്റെ ആരാ? പാലക്കാടാണ്. അപ്പൊ ജനങ്ങൾ അവസരം തരുമ്പോൾ ഞങ്ങൾ നന്നായി ഭരിക്കും, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 100% അധ്വാനിക്കും. ഞങ്ങളുടെ DNA-യിൽ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ്, പോളിറ്റിക്സ് ഓഫ് സർവീസ് ആണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നത്. വികസനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നത്. മറ്റൊരു ചെയ്യുന്നത് ചൂഷണം, പോളിറ്റിക്സ്, പവർ, അഴിമതി, എക്സ്പ്ലോയിറ്റേഷൻ. അതിനല്ല ഞങ്ങൾ. അപ്പോൾ ആ രാഷ്ട്രീയ സംസ്കാരം മാറ്റാൻ BJPന്റെ ഈ വികസിത പാലക്കാടിന്റെ കാഴ്ചപ്പാട് ആണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. 10 കൊല്ലം നന്നായി പ്രവർത്തിച്ച BJP തുടരണം.
ഇനി ജനങ്ങൾ ഒരു അവസരം കൂടി തന്നാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ 2 വാക്ക് പറയുന്നു. 2 ദിവസം മുമ്പേ എന്നോട് ചോദിച്ചു, ആരോ തിരുവനന്തപുരത്ത് ഒരു മാധ്യമ സുഹൃത്ത് ചോദിച്ചു, അല്ല 2 തവണ ഭരിച്ചല്ലോ പാലക്കാടിൽ, ഇനിയിപ്പോൾ കോൺഗ്രസ്സോ മറ്റവർക്ക് കൊടുക്കണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ബീഹാറിൽ ജനങ്ങൾ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? 4 തവണ ഭരിച്ചല്ലോ. കാരണം നല്ല ഭരണം, നല്ല വികസനം ജനങ്ങളുടെ ആവശ്യമാണ്, അവരുടെ അവകാശമാണ്. അത് കിട്ടിയാൽ ജനങ്ങൾ 1 തവണയല്ല, 2 തവണയല്ല, 3 തവണയല്ല, 4 തവണയും അവർ അവസരം കൊടുക്കും. പക്ഷെ പണി ചെയ്യണം, അധ്വാനിക്കണം. അപ്പോൾ ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ ഈ വികസിത പാലക്കാട് എന്ന കാഴ്ചപ്പാട് ഇന്ന് വികസന രേഖ ഞങ്ങൾ പ്രഖ്യാപിക്കും, പ്രശാന്തും ടീമും. പക്ഷെ അതിനെക്കുറിച്ച് ഒരു 2 വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഈ 3ാം ടേമിൽ BJPന്റെ ഈ ഭരണം, BJP NDAന്റെ ഭരണം, ഭരണശൈലിയിലൊരു പുതിയ ചാട്ടം, ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ പോകുന്നു. ആ ഭരണശൈലിയിൽ മാറ്റം, അതിൻ്റെ ലക്ഷ്യം വികസനം കൊണ്ടുവരാനും തൊഴിലും അവസരങ്ങൾ കൊണ്ടുവരാനും. ആ ഭരണശൈലിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ഞാൻ 5 പോയിന്റ് പറയുന്നു. ആ 5 പോയിന്റ് ഇങ്ങനെയാണ്. ആദ്യത്തെ പോയിന്റ്, ആദ്യമായി 45 ദിവസത്തിൽ, ആദ്യത്തെ 45 ദിവസം ജനങ്ങളുടെ ഒപ്പം ഇരുന്ന് എല്ലാ വാർഡിൻ്റെയും നഗരത്തിൻ്റെ 5 കൊല്ലത്തിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് ഞങ്ങൾ പ്രഖ്യാപിക്കും. രണ്ടാമത്തത്, ഡിജിറ്റൽ പബ്ലിക് സർവീസസ്. മുനിസിപ്പാലിറ്റീൻ്റെ ഓഫീസ്, വീട്ടുപടിക്കൽ ഭരണം. മുനിസിപ്പാലിറ്റി ഓഫീസ് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. CSCയിൽ പോവുക, അല്ലെങ്കിൽ ഒരു ആപ്പ് വഴി എന്താണ് ആവശ്യം അപ്ലോഡ് ചെയ്യുക, വീട്ടിൽ വന്ന് മുനിസിപ്പാലിറ്റി ആ സർവീസ് തരും. അപ്പോൾ വീട്ടുപടിക്കൽ ഭരണം. മൂന്നാമത്തത്, അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പറഞ്ഞ പോലെ ഒരു ഒറ്റ മുനിസിപ്പാലിറ്റി, 2 മുനിസിപ്പാലിറ്റീസാണ് നാട്ടിൽ അഴിമതി രഹിത ഭരണം തരുന്നത്. പാലക്കാട് ഒന്നാണ്. അത് ഞങ്ങൾ തുടരും. അഴിമതി രഹിത ഭരണം ഞങ്ങളുടെ ഒരു ഉറപ്പാണ്, 100% ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. പിന്നെ എല്ലാ കൊല്ലം ഈ ബ്ലൂ പ്രിന്റിന്റെ റിപ്പോർട്ട് കാർഡ്, എല്ലാ കൊല്ലം കൗൺസിലർ വന്ന് വാർഡ് തലത്തിൽ ഇരുന്ന് ഞങ്ങൾ ഈ കൊല്ലം ഇത് ചെയ്തു, അടുത്ത കൊല്ലം ഇത് ചെയ്യാൻ പോകുന്നു, ഇതാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, ഇതാണ് ഞങ്ങളുടെ ഡെവലപ്മെന്റ് പ്ലാൻ എന്ന് പറയും. ഓരോരോ രൂപേൻ്റെയും ഓരോരോ കണക്ക് അത് ഡാഷ്ബോർഡ് വഴി, ഒരു ഡിജിറ്റൽ ഡാഷ്ബോർഡ് വഴി എല്ലാ പബ്ലിക് വർക്ക്സിൻ്റെ ഡീറ്റെയിൽസ് ജനങ്ങളുടെ മുമ്പിൽ എല്ലാ കൊല്ലം അവതരിപ്പിക്കും. അപ്പോൾ ഇതുവരെ നല്ല വർക്ക് ചെയ്ത BJP NDA തുടരണം. ഈ വികസിത പാലക്കാടിൻ്റെ എൻജിൻ ഇതുവരെ ഒരു ഇലക്ട്രിക് എൻജിൻ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഹൈ സ്പീഡ് വന്ദേ ഭാരത് ട്രെയിനായിട്ട് മാറും. അതിനുവേണ്ടി ഞാൻ നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കുന്നു, BJP NDAനെ പിന്തുണ, BJP NDAൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം വോട്ട് തരിക. ഞങ്ങൾ ഈ വികസിത പാലക്കാടിൻ്റെ കാഴ്ചപ്പാടിന് വേണ്ടി 100% 365 ദിവസം 24 മണിക്കൂർ അധ്വാനിക്കാൻ തയ്യാറാണ്. ഇതുവരെ അത് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്.